ഇതെല്ലാം അടിച്ച് പൊട്ടിച്ചു. ഞങ്ങളെ ഈ സംഘാടകരെല്ലാം കൂടെ സ്റ്റേജിൽ നിന്ന് വിളിച്ച് പെട്ടെന്ന് തന്നെ കൊണ്ടുവന്ന് ഒരു സ്കൂളിൽ വെച്ചായിരുന്നു പരിപാടി. ആ സ്കൂളിൽ ഒരു റൂമിനകത്തിട്ട് പൂട്ടി. നിനക്ക് എന്നോട് പിണക്കമൊന്നുമില്ലല്ലോ? എങ്കിൽ എല്ലാവർക്കും വേണ്ടി ഞാൻ പോവുകയാണ്. ഇത് നാവിലമ്മയാണ് സത്യം, മരിച്ചുപോയ കുഞ്ചാക്കിയാണ് സത്യം. മണ്ടിപ്പെണ്ണെ, അപ്പൊന്ന് ചിരിക്കൂ. അങ്ങനെയല്ല, ഇങ്ങനെ. ഇനി ആരൊക്കെ ഉണ്ടമ്മ ഇവിടെ കരയാൻ? എല്ലാവരും ഒരുവരിക്കിനായിട്ട് നിന്നൊന്ന് കരഞ്ഞേ, ഞാനൊന്ന് കാണട്ടെ. അതിൽ ആദ്യത്തെ ഞാൻ ചിട്ടപ്പെടുത്തിയെന്ന് പറഞ്ഞാൽ അതേ സെയിം ഒരു കഥ പിന്നീട് ഒരു 3-4 വർഷം കഴിഞ്ഞപ്പോൾ വന്നായിരുന്നു. ട്രാൻസ് എന്ന് പറഞ്ഞൊരു സിനിമ. മേക്കപ്പ് അഴിക്കാൻ പോയ സമയത്ത് എൻ്റെ പെങ്ങള് സഹോദരി അമ്മയെടുത്ത് ചോദിച്ചു, അമ്മേ ഇത് ഷാരൂഖ് ഖാനൊക്കെ ഇവന് സ്റ്റേജ് ചെന്നാൽ നാട്ടുകാരെല്ലാം കൂടെ അവനെ കൈവെക്കത്തില്ലയോ? ജീവിക്കാൻ ഒരു മോഹം, അതുകൊണ്ട് ചോദിക്കുക, എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ സാർ? ഒടുവിൽ സ്റ്റേജിൽ നിന്ന് സ്ത്രീകളെല്ലാം മാറ്റി പുരുഷന്മാർ കയറിയിരുന്നു. അവരെല്ലാം സൈഡിൽ എവിടെയോ മാറ്റി, ആ ഏരിയയിൽ നിന്ന് മാറ്റി. എന്നിട്ട് സ്ത്രീകൾക്ക് വേണ്ടി വീണ്ടും ഒരു പ്രോഗ്രാം ഞങ്ങൾ ചെയ്യണമെന്ന് ഈ ഒരു പാട്ട് ഗായകൻ 2 ഗായകന്മാർ വന്നതുകൊണ്ട് ആ പ്രോഗ്രാം എന്ത് ചെയ്തു, പൊളിഞ്ഞുപോയി. ഈ യുഗത്തിൽ പൗരസ്ത്യ ദേശത്തെ സംഗീതം ധാരാളം നമ്മുടെ സംഗീതത്തിൽ പൊല്യൂഷനുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. 50 വർഷത്തിന് മുമ്പുള്ള സംഗീതം അതിൻ്റെ ഓർമ്മ പുതുക്കാൻ വേണ്ടിയാണ് 3 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ സംഗീതമേള. ഇവരുടെ കോമ്പിനേഷനിൽ എനിക്ക് പാടാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. എല്ലാവരെയും ജഗദീശൻ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം. ഞാൻ സജീവ് ഗോവിന്ദ്, ഒരു ചെറിയ മെമിക്രി കലാകാരനാണ്. എൻ്റെ ദേശം കുന്നിക്കോടാണ്, കൊട്ടാരക്കര കുന്നിക്കോട്. 10-25 വർഷങ്ങൾക്ക് മുമ്പ് മെമിക്രി പ്രൊഫഷണൽ വേദിയിൽ ഞാൻ കടന്നു വന്നു. കൊച്ചിൻ സ്റ്റാർ വേൾഡ് എന്ന മെമിക്രി ട്രൂപ്പിലൂടെയാണ് ഞാൻ കടന്നു വന്നത്. അതിനു മുമ്പ് സ്കൂൾ യുവജനമേളയിലും പ്രീ ഡിഗ്രി പഠിക്കുമ്പോഴൊക്കെയുള്ള കോമ്പറ്റീഷനിലുമൊക്കെ ഞാൻ മെമിക്രിയിൽ 1ാം സമ്മാനം കരസ്ഥമാക്കുകയും പിന്നീട് ചെറിയ ചെറിയ അമച്വർ ട്രൂപ്പിലൂടെ കടന്നു വന്ന് അങ്ങനെ മെമിക്രിയിലൂടെ 10-25 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ സജീവമായിരുന്നു. അന്ന് നമ്മൾ സുരാജ് വെഞ്ഞാറമ്മൂട്, തിരുമലചന്ദ്രൻ, അപ്പോൾ ഇവരുടെയൊക്കെ കൂടെ എനിക്ക് പ്രോഗ്രാം ചെയ്യാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട്. ആ കാലയളവിലായിരുന്നു ഞാനും ഫീൽഡിൽ വന്നത്. അപ്പോൾ അന്ന് ഞാൻ ആദ്യം വന്നത് സിനിമാ താരങ്ങളെ അനുകരിക്കുന്ന ഒരു ആർട്ടിസ്റ്റായിട്ടാണ് വന്നത്, ശബ്ദാനുകരണം. പിന്നീടാണ് ഫിഗറിലോട്ട് വരുന്നത്. ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് ഏറെക്കുറെ ഫിഗറുകളാണ്, സിനിമാ താരങ്ങളുടെ, മമ്മൂട്ടി, മോഹൻലാൽ, ഷാരൂഖ് ഖാൻ. അപ്പോൾ അങ്ങനെ കുറച്ച് കോമഡി സ്റ്റാറിൻ്റെ ആദ്യവാരം, അതുപോലെ കോമഡി എക്സ്പ്രസ്, കോമഡി ഫെസ്റ്റിവൽ, 5 മിനിറ്റ് ഫൺ സ്റ്റാർ, ഇങ്ങനെ കുറേ പ്രോഗ്രാമിലൂടെ, TV പ്രോഗ്രാമിലൂടെ ഞാൻ കടന്നു വന്നിട്ടുണ്ട്. ചേട്ടാ, അന്നേരം ഈ കലാരൂപ രംഗത്തേക്ക് വന്നിട്ട് ഇപ്പോൾ എത്ര വർഷമായി? പറഞ്ഞില്ല, ഏകദേശം ഒരു 10-25 വർഷത്തിന് മുമ്പാണ് ഞാൻ ഈ കലാ ഫീൽഡിൽ മെമിക്രിയിലൂടെ ആദ്യം സ്കൂൾ തലങ്ങളിൽ നാടകക്കാരനായിട്ട് സ്കൂൾ വേദിയിലെ നാടകത്തിലാണ് കടന്നു വന്നത്. പിന്നീടാണ് മെമിക്രിയിലോട്ട് കടന്നു വന്നത്. ഏകദേശം ഒരു പ്രൊഫഷണൽ സമിതി കയറിയിട്ട് ഒരു 25 വർഷത്തിൽ അപ്പുറമുണ്ടാകും. ഓക്കെ, ആദ്യമായിട്ട് ഒരു മിമിക്രി രംഗത്തേക്ക് കടന്നു വന്നതിന് ശേഷം, അല്ലെങ്കിൽ ആദ്യമായിട്ട് മിമിക്രി ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റേജിൽ കയറിയിട്ടുണ്ടാവുമല്ലോ, ആ സ്റ്റേജിൽ ചെയ്ത ആ ഒരു ഇമിറ്റേഷനും പിന്നെ ആ സ്റ്റേജിൽ കയറിയപ്പോൾ ഉണ്ടായ ഒരു അനുഭവം നമുക്ക് വേണ്ടി പങ്കുവെക്കാമോ? അതെ, ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് ഒരു സ്റ്റേജിൽ. ഇപ്പോൾ എൻ്റെ ചേട്ടന് എൻ്റെ ഗുരുവാണ് മിമിക്രിയിൽ. പുള്ളിക്കാരൻ്റെ മിമിക്രി കണ്ട് പഠിച്ചിട്ടാണ് ഞാൻ അതേപോലെ അനുകരിച്ച് തുടങ്ങിയത്. അപ്പോൾ ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ വൈകിട്ട് ഒരു 4 മണിയായപ്പോൾ പുള്ളിക്കാരൻ വന്ന് പറഞ്ഞു, ഒരു പ്രോഗ്രാമുണ്ട്, ഒരാൾ വന്നിട്ടില്ല, കുറച്ച് സ്റ്റാർ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യമായിട്ടാണ് ഞാൻ പുള്ളിക്കാരൻ്റെ കൂടെ പോയിട്ട് കുറച്ച് 2-3-4 സ്റ്റാർ, അന്ന് നസീർ, ജനാർദ്ദനൻ, അങ്ങനെ ലാലു അലക്സ്, അങ്ങനെ 2-3-4 സ്റ്റാർ ചെയ്യുന്നത്. പക്ഷേ അതിൽ നിന്നും പിന്നീട് ഞാൻ സ്വന്തമായിട്ട് ഞങ്ങൾ 3-4 പേര് ചേർന്ന് നമ്മുടെ നാട്ടിൽ തന്നെ ഒരു ചെറിയ ട്രൂപ്പ് ഉണ്ടാക്കി. അപ്പോൾ അതിലൂടെ ഞാൻ കുറച്ച് പിച്ച വെച്ച് വന്നു. അപ്പോൾ അതിനകത്ത് എനിക്ക് വളരെ മനസ്സിൽ നിന്ന് മായാത്തൊരു സംഭവം എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ
4 പേര് ചേർന്നൊരു ട്രൂപ്പ് സെറ്റപ്പ് ചെയ്തു. അതിനകത്ത് അനിയനും ചേട്ടനും 2 പേരുണ്ടായിരുന്നു. അത് അല്പം പാടുന്ന ടീമുകളാണ്. അപ്പം മിമിക്രി ഞങ്ങൾ ചെയ്തു. ഏകദേശം ഇവിടുന്ന് എൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 4-5 കിലോമീറ്റർ ദൂരെയാണ്. മിമിക്രി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നല്ല പ്രോഗ്രാമായിരുന്നു. ഈ മിമിക്രി കഴിഞ്ഞ് ഞങ്ങൾ സ്റ്റേജിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ എൻ്റെ കൂടെയുള്ള ഒരു കൊച്ചുവാവ് എന്ന് പറയുന്ന ഒരു സുഹൃത്ത് പറഞ്ഞു, എനിക്കൊരു പാട്ട് പാടണമെന്ന്. അങ്ങനെ ഞാൻ പറഞ്ഞു, വേണോ? അല്ല, എനിക്കൊരു പാട്ട് പാടണം. അപ്പം പുള്ളിക്കാരൻ കയറി ഒരു പാട്ട് പാടി. അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ചേട്ടൻ പറഞ്ഞു, എനിക്കും ഒരു പാട്ട് പാടണം. അപ്പോൾ ഒരു പാട്ട് അവർ കഷ്ടിച്ച് സഹിച്ച്. രണ്ടാമത് ഈ ചേട്ടൻ വന്ന് പാടിയ മൊത്തം വെള്ളിയായിരുന്നു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ നാട്ടുകാരെല്ലാവരും കൂടെ കൂവി. അപ്പോൾ നമ്മൾ മാന്യമായിട്ട് മിമിക്രി ചെയ്ത് പോയ സമയത്ത് ഈ ഒരു പാട്ട് 2 ഗായകന്മാർ വന്നതുകൊണ്ട് ആ പ്രോഗ്രാം എന്ത് ചെയ്തു? പൊളിഞ്ഞുപോയി. അതിനുശേഷം ഞങ്ങളൊരു പാഠം പഠിച്ചതെന്ന് പറഞ്ഞാൽ, മിമിക്രിക്ക് പോവുകയാണെങ്കിൽ മിമിക്രി മാത്രം മതി, പാട്ട് വേണ്ട. അല്ലെങ്കിൽ അത്രയും കഴിവുള്ളവരായിരിക്കണം. അപ്പോൾ ഞാൻ ആദ്യം മിമിക്രി ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ പ്രേം നസീർ അദ്ദേഹത്തിൻ്റെ ശബ്ദം അനുകരിച്ചുകൊണ്ടാണ് ഞാനീ ചെയ്യുന്നത്. കാരണം അതൊരു പിച്ചാണ്. പാട്ടിലൊക്കെ പിച്ചില്ലേ, അതേപോലെയാണ് ഈ പ്രേം നസീറിൻ്റെ ശബ്ദം എത്രമാത്രമുണ്ട്, ഔട്ട്പുട്ട് എങ്ങനെ ഉണ്ട് എന്ന് നോക്കുന്നത് ഈ ശബ്ദം ടെസ്റ്റ് ചെയ്തതാണ്. അപ്പം ഞാൻ ജസ്റ്റ് അദ്ദേഹത്തിൻ്റെ ആ ശബ്ദം ഒന്ന് അനുകരിക്കാം. അപ്പോൾ അദ്ദേഹത്തിന് 2 വോയിസ് ഉണ്ട്. ഒന്ന് സാധാരണ രീതിയിലുള്ളതും പിന്നെ സെൻറ്റിമെൻ്റലായിട്ടുള്ള നസീർ. അപ്പോൾ സാധാരണ രീതിയിലുള്ള നസീർ, ശാരദ, നിന്നെ കണ്ട മാത്രയിൽ ഞാനങ്ങ് കോരിത്തെറിച്ചു പോകുന്നു. നീ വരാമെന്നും പറയുന്നു, പക്ഷേ വരുന്നതുമില്ല. ഞാൻ പോകാമെന്നും പറയുന്നു, പക്ഷേ പോകുന്നതുമില്ല. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, എന്തൊക്കെ സംഭവിച്ചാലും ശരി, നിൻ്റെ കഴുത്തിൽ ഞാൻ താലി കെട്ടിയിരിക്കും. ഇത് നാവിലമ്മയാണ് സത്യം, മരിച്ചുപോയ കുഞ്ചാക്കിയാണ് സത്യം. മണ്ടിപ്പെണ്ണെ, ഒന്ന് ചിരിക്കൂ. അങ്ങനെയല്ല, ഇങ്ങനെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സെൻറ്റിമെൻ്റലായിട്ടുള്ള ആ നസീർ സാറിൻ്റെ ആ അഭിനയ ശൈലി, ശബ്ദം. അമ്മയെങ്കിലും ഒന്ന് പറയൂ, എനിക്ക് ഭ്രാന്താണോ? ശാരദ പറയുന്നു എനിക്ക് ഭ്രാന്താണെന്ന്. അമ്മാവനും പറയുന്നു എനിക്ക് ഭ്രാന്താണെന്ന്. നാട്ടിലുള്ള എല്ലാവരും പറയുന്നു എനിക്ക് ഭ്രാന്താണെന്ന്. അമ്മയെങ്കിലും ഒന്ന് പറയൂ, എനിക്ക് ഭ്രാന്താണോ അമ്മേ? പറയൂ അമ്മേ, പറയൂ. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു അദ്ദേഹത്തിൻ്റെ അഭിനയ ശൈലിയാണ്. പക്ഷേ ഇതിനേക്കാളും വ്യത്യസ്തമായിട്ടുള്ള ഒരു അഭിനയ ശൈലിയായിരുന്നു നമ്മുടെ ജയൻ സാറിൻ്റെ. അപ്പോൾ മിമിക്രിക്കാർ ജയൻ സാറിനെ അനുകരിക്കുന്നു പറഞ്ഞാൽ ഒരു പ്രത്യേക ശൈലി, ഇച്ചിരി നീട്ടലും കുറുക്കലും ഒക്കെ വെച്ച്. നീ എന്നോട് പെൺകുട്ടികളെ ശല്യം ചെയ്യുന്ന അലപരാധി ഷാജി, നീയും നിന്റെ ഒരു പാട്ട സൈക്കിളും പൊയ്ക്കോണം, ഇല്ലെങ്കിൽ നിന്റെ എല്ലിൻ്റെ എണ്ണം കൂടും, പല്ലിൻ്റെ എണ്ണം കുറയും. പക്ഷേ അദ്ദേഹത്തിൻ്റെ റിയൽ സിനിമയിലെ ഒരു സംഭാഷണ ശൈലി ഒരുപക്ഷെ ഇങ്ങനെ ആയിരിക്കത്തില്ല. ഇത്രയും കൂട്ടലും കുറുക്കലും ഒന്നുമില്ലാത്ത വളരെ ലളിതമായ ഒരു സെൻറ്റിമെൻ്റൽ സീനാണ് ജയൻ്റെ. വാപ്പയ്ക്കിഷ്ടമല്ല ഞാനിവിടെ വരുന്നത്. വാപ്പയ്ക്കും ഉമ്മയ്ക്കും ഇഷ്ടമാണെങ്കിൽ മാത്രമേ ഞാനിവിടെ വരികയുള്ളൂ. പിന്നെ ഉമ്മക്കുറിച്ചിന് ആവശ്യമുള്ള എല്ലാ ആഭരണങ്ങളും ഞാനെടുത്ത് വച്ചിട്ടുണ്ട്, തൊട്ടിട്ടില്ല. എൻ്റെ കുഞ്ഞുമക്കളുടെ നിക്കാഹിന് ഈ ഇക്കയ്ക്ക് ഒരിക്കലും വരാൻ കഴിയില്ല മോളെ. നിനക്ക് എന്നോട് പിണക്കമൊന്നുമില്ലല്ലോ. എങ്കിൽ എല്ലാവർക്കും വേണ്ടി ഞാൻ പോവുകയാണ്. ഇനി ഒരിക്കലും ഈ ഭാഗത്തോട്ട് വരില്ല. ഓക്കെ, ആദ്യമായിട്ട് മിമിക്രി കലാരൂപം ഉള്ളിലുണ്ട്, അല്ലെങ്കിൽ അത് ഈ സൗണ്ട് ഇമിറ്റേറ്റ് ചെയ്തപ്പോൾ അത് പറഞ്ഞതാരാണ്, അല്ലെങ്കിൽ ആരാണ് കണ്ടുപിടിച്ചത് ഉള്ളിൽ ഇങ്ങനെ ഒരു ഇതുണ്ടെന്നുള്ളത്? അത് എൻ്റെ വീട്ടിൽ ഇപ്പം അമ്മയാണ് ഏറ്റവും കൂടുതൽ പ്രോത്സാഹനം തന്നിട്ടുള്ളത്. അപ്പം ഞാൻ ഓരോന്നൊക്കെ ചെയ്യുമ്പോൾ ഇത് കൊള്ളാടാ, ഇത് കൊള്ളാം, ഇത് നല്ലതാണ്, അല്ലെങ്കിൽ ഇത് മോശമാണ്, ഇത് നീ ചെയ്യേണ്ട അത് പരാജയപ്പെട്ടു പോകും എന്ന് ഏറ്റവും കൂടുതൽ ഉപദേശങ്ങളും അതുപോലെ പ്രോത്സാഹനം തരുന്നത് അമ്മയാണ്. ഇപ്പം ഞാനിപ്പം തന്നെ ചെയ്യുന്ന ഫിഗറുകളെല്ലാം ഞാൻ അമ്മയാണ് ആദ്യം കാണിക്കുന്നത്. ഞാനും അമ്മയായിരുന്നു പണ്ട് വീട്ടിലുള്ളത്. ചേട്ടന്മാരെല്ലാം പിന്നെ അവരവരുടെ രീതിയിൽ അവർ മാറിപ്പോയി. അപ്പം ഞാനും അമ്മയെ നിൽക്കുന്ന സമയത്തായിരുന്നു ഞാൻ ഏറ്റവും കൂടുതൽ മിമിക്രി പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ അമ്മയാണ് എന്നെ ഏറ്റവും കൂടുതൽ ജഡ്ജ്മെൻറ്റ് ചെയ്തിട്ട് പറയുന്നത്. അപ്പോൾ അതിനകത്തൊരു രസകരമായൊരു സംഭവമുണ്ട്. അപ്പം ഞാൻ ഷാരൂഖ് ഖാനെ ചെയ്യാൻ പോവുക അമ്മയെന്ന് പറഞ്ഞു.
അപ്പം അമ്മയ്ക്കറിയാം എൻ്റെ മുഖത്ത് ഒരിക്കലും ഷാരൂഖ് ഖാൻ വരത്തില്ലെന്ന്. അപ്പോൾ പറഞ്ഞ എന്നാ നീ ചെയ്. അപ്പം ഞാൻ ഒരു ദിവസം കൊണ്ട് ഇങ്ങനെ ഷാരൂഖ് ഖാൻ പോവാം. അപ്പം ഷാരൂഖ് ഖാൻ ചെയ്യുന്ന അമ്മ പറഞ്ഞു ആ കുഴപ്പമില്ലടാ. ആദ്യം പറഞ്ഞു കുറച്ചുകൂടെ വരാനുണ്ട്, ഇത് വേണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞല്ല വേണം, ഷാരൂഖ് ഖാൻ വേണം, ഇതൊരു ചലഞ്ചാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചെയ്യുകയാണ്. അന്ന് ഉച്ചയ്ക്ക് ചോറ് കഴിക്കുന്നില്ല, വൈകിട്ടായി, അന്നേരമാണ് പിന്നെ ചോറ് കഴിക്കുന്നത്. അന്നേരം ആ സമയത്ത് എൻ്റെ സഹോദരി വന്നു. അപ്പം ഞാൻ അവളെയും കാണിച്ചു, ഈ ഷാരൂഖ് ഖാനാണ് എങ്ങനെ ഉണ്ടെന്ന്. അപ്പം അമ്മ പിന്നെ പറഞ്ഞു സൂപ്പറാണ്, നല്ല ഷാരൂഖ് ഖാനാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങോട്ട് മേക്കപ്പ് അഴിക്കാൻ പോയ സമയത്ത് എൻ്റെ പെങ്ങൾ സഹോദരി അമ്മയെടുത്ത് ചോദിച്ചു, അമ്മേ ഇത് ഷാരൂഖ് ഖാനൊക്കെ പിന്നെ സ്റ്റേജ് ചെന്ന നാട്ടുകാരെല്ലാം കൂടെ അവനെ കൈ വെക്കത്തില്ലയോ? അപ്പോൾ അമ്മ പറഞ്ഞതെന്ന് പറഞ്ഞാൽ, എടി ഞാൻ ഷാരൂഖ് ഖാൻ കൊള്ളത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മോശമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ വീണ്ടും വീണ്ടും ഒരുങ്ങും. അങ്ങനെ 2-3 ദിവസം എടുക്കുമ്പോൾ ജോലിക്കൊന്നും പോകത്തില്ല, ഈ വീട് പട്ടിണിയാവും. ഇപ്പം ഇവൻ ഷാരൂഖ് ഖാൻ ഏതെങ്കിലും സ്റ്റേജിൽ പോയി ചെയ്ത് കഴിഞ്ഞാൽ നാട്ടുകാരുടെ കൂവലും എല്ലാം കൊണ്ടുവരുമ്പോൾ അവൻ അങ്ങ് നിർത്തും. അതുകൊണ്ട് ആ ഷാരൂഖ് ഖാൻ നല്ല എന്ന് പറഞ്ഞു തുടങ്ങി. എന്നിങ്ങനെ അമ്മ പറഞ്ഞുണ്ടായി. പക്ഷെ സത്യം പറയുകയാണെങ്കിൽ അത് എൻ്റെ ഒരു പ്രചോദനമായിരുന്നു. പിന്നീട് ഞാൻ ഷാരൂഖ് ഖാനെ ചെയ്തു, ഇപ്പം വേദികളിൽ ഞാൻ ചെയ്യുന്നുണ്ട്. എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഒരു പുതിയ ടെക്നിക്കൽ ഉപയോഗിച്ചിട്ടാണ്. അത് എൻ്റെ ഷോ കാണുമ്പോൾ ഒരു പക്ഷേ അവർക്ക് എല്ലാവർക്കും മനസ്സിലാവും. ഓക്കെ, ഇത്രയും സ്റ്റേജ് പെർഫോമൻസ് ചെയ്തു. അപ്പം ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു സ്റ്റേജ് ഉണ്ടായി കാണുമല്ലോ ഇത്രയും ജീവിത കാലയളവിൽ. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറയാമോ? കുറേ സ്റ്റേജുകൾ മറക്കാൻ പറ്റാത്ത സ്റ്റേജുകളുണ്ട്. അതിൽ വർഷങ്ങൾക്ക് മുമ്പ്, അതായത് ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ഒരു മലപ്പുറത്തൊരു പ്രോഗ്രാം പോയി, സ്റ്റാർ വേൾഡിൻ്റെ പ്രോഗ്രാമാണ്. അപ്പം പോസ്റ്ററിൽ എല്ലാവരും സുന്ദരന്മാരാണ്, വെളുത്ത് സുന്ദരന്മാരിരിക്കുകയാണ് പോസ്റ്ററിൽ. അപ്പോൾ അത്രയും ലോങ് യാത്രയായതുകൊണ്ട് ഞങ്ങൾ കൈലിയൊക്കെ ഉടുത്ത് ടീഷർട്ടൊക്കെ ഇട്ട്, ചിലരാണെങ്കിൽ ഷർട്ട് പോലും ഇല്ലാതെ ഒരു തോറത്തൊക്കെ തോളയിട്ടിട്ട് ഈ സ്റ്റേജിൽ വന്ന് ഇറങ്ങുക. അപ്പോൾ കമ്മിറ്റിക്കാരിങ്ങനെ നോക്കുന്നു, ഇയാൾ ഈ പോസ്റ്ററിലില്ല, അടുത്ത ആളിറങ്ങി ഇയാളും ഇല്ല അല്ലേ. അപ്പോൾ അവർ ചോദിച്ചു, നിങ്ങൾ ഈ പണിക്കാർ മാത്രമേ ഉള്ളൂ വന്നിട്ടുള്ളൂ, പ്രോഗ്രാം ചെയ്യുന്നവരെന്ത് ചെയ്യുന്നു? അന്നേരം ഞങ്ങളുടെ മുതലാളിക്ക് കത്തി, എന്തോ കുഴപ്പമുണ്ടെന്ന്. അപ്പം മുതലാളി പറഞ്ഞു അവർ വരും എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ കൊണ്ട് പെട്ടെന്ന് സ്റ്റേജെല്ലാം കെട്ടി, കർട്ടനെല്ലാം വാരി കെട്ടിച്ച്, ബോക്സ് എല്ലാം സെറ്റ് ചെയ്ത് പെതുക്കെ റൂമിലോട്ട് പോവാം. റൂമിലോട്ട് കൊണ്ടുപോയി മേക്കപ്പൊക്കെ ഇട്ട്, ഈ പോസ്റ്ററിൽ കാണുന്ന അതേപോലുള്ള മേക്കപ്പൊക്കെ ഇട്ട് തിരിച്ചു കൊണ്ടുവരിക. തിരിച്ചു കൊണ്ടുവരുന്ന ആ സമയത്ത് സത്യം പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് നടന്നു പോകാനുള്ള ഏരിയയില്ല. ആ പ്രദേശത്തുള്ള എല്ലാ ആൾക്കാരും, അങ്ങ് മലയിലുള്ള ആൾക്കാരൊക്കെ വണ്ടി വിളിച്ചിട്ടാണ് വന്ന് പരിപാടി കാണാൻ വന്നത്. ഞങ്ങളെ സ്റ്റേജിലോട്ട് പോകാനുള്ള ഒരു 300 മീറ്റർ ദൂരം കാണത്തേ ഉള്ളൂ. പക്ഷെ അവിടെ നമുക്ക് കയറിപ്പോകാൻ പറ്റാത്ത സാഹചര്യം വന്നു. അപ്പോൾ ഞങ്ങൾ തന്നെ പറഞ്ഞ്, ഞങ്ങൾ പോയെങ്കിലേ പരിപാടി ചെയ്യാൻ പറ്റത്തുള്ളൂ, അവിടെ നിങ്ങൾ വഴി മാറി തന്നേ പറ്റൂ. അങ്ങനെ പിന്നെ കമ്മിറ്റിക്കാർ വന്നു. അന്നെന്ന് വെച്ചാൽ ഈ മൊബൈൽ സംവിധാനം വളരെ കുറവാണ്. പിന്നെ മുതലാളിയുടെ കൈ മാത്രം ഒരു നീളമുള്ള കാൽക്കുലേറ്ററിൻ്റെ വലിയൊരു മൊബൈൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് എപ്പോഴും ഒന്നും റേഞ്ച് കിട്ടാറുമില്ല. അപ്പം പുള്ളിക്കാരൻ എങ്ങനെയോ വിളിച്ച് പറഞ്ഞു, ഞങ്ങൾ വന്നിട്ടുണ്ട്, ഞങ്ങൾക്ക് സ്റ്റേജിൽ പരിപാടി ചെയ്യാൻ വരണം, ആൾക്കാരെ മാറ്റണമെന്ന്. അങ്ങനെ ഒരു പരുവത്തെ ആൾക്കാരെ എല്ലാം മാറ്റി ഞങ്ങൾ സ്റ്റേജിൽ ചെന്നു, പരിപാടി തുടങ്ങി കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ബോക്സ് എല്ലാം കൂടെ തെള്ളി താഴെ ഇട്ടു. അത്രയും ജനപ്പെരുപ്പമായിരുന്നു. ഒടുവിൽ സ്റ്റേജിൽ നിന്ന് സ്ത്രീകളെല്ലാം മാറ്റി, പുരുഷന്മാർ കയറിയിരുന്നു, അവരെല്ലാം സൈഡിൽ എവിടെയോ മാറ്റി, ആ ഏരിയയിൽ നിന്ന് മാറ്റി. എന്നിട്ട് സ്ത്രീകൾക്ക് വേണ്ടി വീണ്ടും ഒരു പ്രോഗ്രാം ഞങ്ങൾ ചെയ്യണമെന്ന് ആ കമ്മിറ്റിക്കാർ ഞങ്ങളടുത്ത് പറഞ്ഞു. അപ്പോൾ അത്രയും ജനസാന്ദ്രതയുള്ള ആ മലപ്പുറത്ത് അടിപൊളിയായിട്ട് ഞങ്ങൾക്ക് പ്രോഗ്രാം ചെയ്യാൻ പറ്റി. അന്ന് എനിക്ക് തോന്നുന്നു ജുറാസിക് പാർക്ക് എന്ന മിമിക്സ് ജുറാസിക് പാർക്ക് എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാമായിരുന്നു. അതിനകത്ത് ഡിനോസറിനെയൊക്കെ ലൈവായിട്ട് കാണിക്കുന്ന ഒരു പരിപാടിയായിരുന്നു. സൂപ്പറായിട്ട് പരിപാടി വിജയിച്ചു. അതുപോലെ തന്നെ എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു സ്റ്റേജുണ്ട്. ഞാൻ ഇത്രയും ഫിഗറും കാണിച്ചിട്ട് ഞാൻ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്നെ കാണാൻ വേണ്ടി ആൾക്കാരിങ്ങനെ 1-2 ടീമുകൾ വന്ന് പറഞ്ഞു, മറ്റേ ആ 1 മാൻ ഷോ ചെയ്ത ആളെന്ത് ചെയ്യുന്നു ചോദിച്ചു. എൻ്റെ മുന്നിൽ നിന്ന് ചോദിക്കുക. അപ്പോൾ പറഞ്ഞാൽ പുള്ളിക്കാരൻ ഇവിടെ ഉണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞിങ്ങനെ പോകുന്നു. അവസാനം അതിലേതോ ഒരു ചേട്ടൻ പറഞ്ഞു, ഇതാണ്ട് ഈ കക്ഷിയാണ് 1 മാൻ ചെയ്യുന്നത്. അങ്ങേര് ഒരിക്കലും, ആ കുടുംബം ഒരു ഫാമിലി ആയിരുന്നു, അവരൊരിക്കലും അംഗീകരിക്കത്തില്ല. അപ്പോൾ ഈ അടുത്തിടയ്ക്ക് ഒരു കറുപ്പിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഒരു നർത്തകി ഇങ്ങനെ കറുപ്പിനെക്കുറിച്ച് പറഞ്ഞു. സത്യം, ഞാൻ ആ കളർ ഇട്ട് ഞാൻ കളർ ചെയ്തെങ്കിൽ മാത്രമേ ഇവർക്ക് എന്നെ അറിയത്തുള്ളൂ. ഈ കളറില്ലാത്ത എന്നെ എൻ്റെ സ്വന്തം കളറിൽ കണ്ടു കഴിഞ്ഞാൽ ഒട്ടുമിക്ക ആൾക്കാരും തിരിച്ചറിയത്തില്ല.
അത് ഈ ഫിഗർ ഷോ ചെയ്യുന്ന അതുകൊണ്ടായിരിക്കാം. മാത്രമല്ല ഞാൻ കൂടുതലായിട്ട് അങ്ങനെ മീഡിയയിൽ അങ്ങനെ പ്രത്യക്ഷപ്പെടാറില്ല. ഫിഗറായിട്ടേ വരാറുള്ളൂ. അബ്ദുൽ കലാമിൻ്റെ, മമ്മൂക്കാടെ, മോഹൻലാലിൻ്റെ ഒക്കെ പഴയ കാലഘട്ടം അങ്ങനെയൊക്കെയാണ് ഞാൻ വരുന്നത്. അതുകൊണ്ട് കൂടുതൽ ആൾക്കാർ എന്നെ അങ്ങനെ തിരിച്ചറിയാറില്ല. അപ്പോൾ ഇതേപോലുള്ള സംഭവങ്ങളാണ് നമ്മുടെ മനസ്സിൽ ഒരിക്കലും മറക്കാൻ പറ്റാതെ കിടക്കുന്ന സംഭവങ്ങൾ. ഓക്കെ, മിമിക്രി അല്ലാതെ ചേട്ടൻ പാട്ട് പാടുമെന്ന് തോന്നി. അപ്പം നമുക്കിടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ഇഷ്ടപ്പെട്ട ഒരു പാട്ടിൻ്റെ ഒരു 2 വരി. അപ്പോൾ ഞാനൊരു വർക്കുമായിട്ട് ഒരാളെ സമീപിച്ചപ്പോൾ പുള്ളിക്കാരൻ അത് വായിച്ച് കേട്ടിട്ട് കൊള്ളാം, പക്ഷേ നമുക്ക് ഇത്രയും വലിയ ബിഗ് ബഡ്ജറ്റ് ഒന്നും ചെയ്യാനുള്ള ക്യാഷ് ഇല്ല, അങ്ങനെയുള്ള പ്രൊഡ്യൂസർ വരുമ്പോൾ നമുക്ക് അറിയിക്കാം എന്ന് പറഞ്ഞു. പിന്നീട് ഞാനിനകത്ത് മെനക്കെട്ടില്ല, കാരണം നടക്കത്തില്ലെന്ന് എനിക്ക് മനസ്സിലായി. മാത്രമല്ല ഇത് എന്തൊക്കെയാണ്, പിന്നെ നമുക്ക് എൻ്റെ കയ്യിലൂടെ ഓൺലൈൻ മാത്രമേ ഉള്ളൂ, തിരക്കഥയൊന്നുമില്ല, സ്റ്റോറി മാത്രമേ ഉള്ളൂ. അതിൽ ആദ്യത്തെ ഞാൻ ചിട്ടപ്പെടുത്തിയെന്ന് പറഞ്ഞാൽ അതേ സെയിം ഒരു കഥ പിന്നീട് ഒരു 3-4 വർഷം കഴിഞ്ഞപ്പോൾ വന്നായിരുന്നു. ട്രാൻസ് എന്ന് പറഞ്ഞൊരു സിനിമ. അതായത് യേശു ക്രിസ്തുവിനെ വിറ്റിട്ട് ജീവിക്കുന്ന ആ ഒരു പിന്നെ തരത്തിലായിരുന്നു ഞാൻ ആദ്യം എഴുതിയത്. അപ്പം ഞാൻ ഇത് കഥ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ പലരും പറഞ്ഞു, എടാ നിൻ്റെ ഈ കഥ കേട്ട് ഞാൻ ഈ സമൂഹം നിന്നെ മൊത്തം ഓടിച്ചിട്ടടിക്കുമെന്ന് പറഞ്ഞു. ഈ ട്രാൻസ് എന്നുള്ള സിനിമ കൂളായിട്ട് ഇറങ്ങി ഒരുമാതിരി വിജയിക്കുകയും ചെയ്തു. ഇതുവരെയ്ക്കും ആർക്കും ഒരു പരിഭവ പരാതിയോ ഇല്ല, കാരണം ഇത് നടക്കുന്ന സംഭവം തന്നെയാണ്. ഹരിവരാസനം വിശ്വമോഹനം ഹരിതീശ്വരം ആരാധ്യ പാദുകം അരുവിമർദ്ദനം നിത്യനർത്തനം ഹരിഹരാത്മജം ദേവമാശ്രയേ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ. ഓക്കെ, സ്റ്റേജിലുണ്ടായ നല്ല അനുഭവങ്ങൾ നമ്മുടെ അടുത്ത് പങ്കുവച്ചു. അപ്പോൾ എന്തായാലും ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഇടയ്ക്ക് ഒരു മോശം അനുഭവം സ്റ്റേജിൽ പെർഫോമൻസ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഉണ്ടായി കാണും. അങ്ങനെ ഏതെങ്കിലും സ്റ്റേജോ സന്ദർഭമല്ലോ ഓർമ്മയുണ്ടോ? അതായത് മോശമായിട്ടുള്ള അനുഭവം, രസകരമായിട്ടുള്ള കുറേ അനുഭവങ്ങളുണ്ട്. അതുപോലെ മനസ്സിൽ നിന്നും വിട്ടുമാറാത്ത നൊമ്പലങ്ങളുള്ള ഒരു അനുഭവമുണ്ട്. അതാണ് ഞാൻ ഏറ്റവും കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഞങ്ങളെപ്പോലുള്ള കലാകാരന്മാർ ഈ പ്രോഗ്രാം ചെയ്യുമ്പോൾ സത്യത്തിൽ ദൈവത്തെയൊക്കെ വിളിച്ചാണ് ഇതെങ്ങനായി തീരും, ജനങ്ങൾ എങ്ങനെയാണ് ഇങ്ങോട്ട് നമ്മളോട് പെരുമാറുന്നത്. അപ്പം നമ്മളുടെ കയ്യിൽ നിന്ന് ഒരു കാരണവശാലും ഒരു കുഴപ്പം വരല്, പരിപാടിയെല്ലാം പൂർണ്ണമായി വിജയിക്കണം, മൊത്തത്തിൽ പരിപാടി വിജയിക്കണം. അല്ല എൻ്റെ പാട്ട് മാത്രം വിജയിച്ചാൽ പോരാ, നമ്മുടെ കൂടെയുള്ള എല്ലാവരുടെയും വർക്ക് വിജയിക്കണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മൾ സ്റ്റേജിൽ കയറുന്നത്. അപ്പോൾ കാസർഗോഡ് ബദിയടുക്ക എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട്. അവിടെ ഒരു വലിയൊരു പരിപാടി അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കാണ്. ഞങ്ങൾ പറഞ്ഞു കൊടുത്തതുപോലെ നോട്ടീസ് ഞങ്ങളുടെ ഷോ കാർഡിനകത്ത് കൊടുത്തതേ ഉള്ളൂ, പ്രത്യേകിച്ചൊന്നും പറഞ്ഞൊന്നുമില്ല. പക്ഷേ അവർ അവിടെ ഫ്ലെക്സൊക്കെ വെച്ചേക്കുന്നത് സിനിമാ താരങ്ങൾ അവതരിപ്പിക്കുന്ന പ്രോഗ്രാം, ഓർക്കസ്ട്ര ഗാനമേള, എന്നിട്ട് 3 മണിക്കൂറോളം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോഗ്രാം, സിനിമാ നടന്മാരും സിനിമാ നടികളും. പക്ഷേ സാധാരണ ഞങ്ങളുടെ ട്രൂപ്പിനകത്തെന്ന് വെച്ചാൽ ഒരു നടിയില്ല. ഗാനമേള എന്ന് പറയുന്നത് അന്നത്തെ മിമിക്സ് ഗാനമേളയാണ്, വായും കൊണ്ട് ടി 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 എന്നൊക്കെ കടിക്കുന്ന മിമിക്സ് ഗാനമേളയാണ്. ഇവർ വെച്ചേക്കുന്ന ഓർക്കസ്ട്ര ഗാനമേള, സിനിമാ താരങ്ങൾ. അതിനകത്ത് ഒരു സിനിമാ താരങ്ങളും ഞങ്ങൾ ആയിട്ടില്ല അന്ന്. പക്ഷേ ഇത് നോട്ടീസിൽ വെച്ചു, ടിക്കറ്റ് പ്രോഗ്രാമായിരുന്നു, ഭയങ്കരമായിട്ട് ആൾക്കാർ ഇടിച്ചു കയറി. ആദ്യത്തെ 1-2 പരിപാടി അവർക്ക് ഇഷ്ടപ്പെട്ടു. പിന്നീട് അവർ ചോദിക്കുന്നത് ഈ ഓർക്കസ്ട്ര ഗാനമേള എന്തി, സിനിമാ താരങ്ങൾ എന്തി, ആകെ പ്രശ്നമായി, പരിപാടി നടത്താൻ സമ്മതിക്കുന്നില്ല. ഡെസ്കും ബെഞ്ചും എല്ലാം അവിടുത്തെ ജനങ്ങൾ, അവരുടെ കയ്യിലെ കുറ്റമല്ല, ഈ സംഘാടകരുടെ കയ്യിലെ കുറ്റമാണ്. ഇതെല്ലാം അടിച്ചു പൊട്ടിച്ചു. ഞങ്ങളെ ഈ സംഘാടകരെല്ലാം കൂടെ സ്റ്റേജിൽ നിന്ന് വിളിച്ച് പെട്ടെന്ന് തന്നെ കൊണ്ടുവന്ന് ഒരു സ്കൂളിൽ വെച്ചായിരുന്നു പരിപാടി. ആ സ്കൂളിൽ ഒരു റൂമിനകത്തിട്ട് പൂട്ടി. അപ്പോൾ അതിനകത്ത് ഈ ഡോർ അടയ്ക്കുന്ന വഴിയിൽ ഒരു ചെറുക്കൻ്റെ കൈയൊക്കെ മുറിയൊക്കെ ചെയ്തു, നമ്മുടെ ആർട്ടിസ്റ്റിൻ്റെ. പക്ഷേ അങ്ങനെ അവിടുന്ന് ഞങ്ങൾക്ക് പേയ്മെൻറ്റ് ഒന്നും തന്നില്ല, കുറച്ച് വണ്ടിക്കൂലി മാത്രം തന്ന് ഞങ്ങളെ ഇവരെല്ലാവരും മാറി. പോലീസുകാർ വന്നു, ഈ പോലീസുകാർ വന്നു, പല പാർട്ടിക്കാർ വന്നു, എന്നിട്ട് എല്ലാവരും ഞങ്ങളെ കുറ്റം പറയുകയാണ്. പക്ഷേ ഇത് ചെയ്തത് ആ സംഘാടകരാണ്, ആ ക്ലബിൻ്റെ സംഘാടകരാണ് ചെയ്തത്. പക്ഷെ അത് വളരെ മോശമായി. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളെന്തോ ചെയ്യുന്നത്, അവർ അടിക്കുവാണെങ്കിൽ അടി കൊള്ളുക. പക്ഷെ ഇത്രയും ചതി ഉപയോഗിച്ചിട്ട് അവർ പൈസ പിരിച്ചു, അവർക്ക് ആ ഫണ്ട് കിട്ടി, ഞങ്ങൾക്കൊന്നും കിട്ടിയതുമില്ല.
അപ്പോൾ ഇതേപോലുള്ള കലാകാരന്മാരെ വിളിച്ചിട്ട് ആക്ഷേപിക്കുക, ചതിക്കുക, അതൊക്കെ വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. പിന്നീട് എനിക്കറിയത്തില്ല, ഞങ്ങൾ പിന്നീട് ആ ഭാഗത്തോട്ട് പരിപാടി വിളിച്ചാൽ ഞങ്ങൾ പിന്നെ അന്ന് വലിയ സംഘടനയിലും അറിയാവുന്ന ഏജൻസിയുടെ അടുത്തെല്ലാം പറഞ്ഞു ഇന്ന സ്ഥലത്ത് പരിപാടി കൊടുക്കരുത്, കാരണം അവരിങ്ങനെ ഞങ്ങളെ ചീറ്റ് ചെയ്തെന്ന്. അപ്പോൾ അതാണ് ഏറ്റവും വലിയ ഒരു മനസ്സിൽ വേദന ഉണ്ടാക്കുന്ന ഒരു സംഭവം. അപ്പം നമുക്ക് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു താരത്തിൻ്റെയോ അല്ലെങ്കിൽ നമ്മൾ ഞാനിപ്പോൾ കുറച്ച് പഴയ താരങ്ങളുടെ ശബ്ദത്തിലോട്ട് പോകാം. ഞാൻ ആദ്യമായിട്ട് പിന്നെ ഫിഗർ ചെയ്യുന്നത് സത്യമാഷൻ്റെ ഫിഗറാണ്. എന്നാണെന്ന് വെച്ചാൽ ഞാൻ ട്രൂപ്പിൽ പറഞ്ഞു ഫീമെയിൽ ചെയ്യുന്നവർ മീശ പഠിക്കണം പക്കയായിട്ട്. അപ്പോൾ ഞാൻ മീശ പഠിച്ചപ്പോഴാണ് നമ്മുടെ കൈരളി ചാനൽ അതേപോലെ ഈ ജഗപുക എന്ന് പറഞ്ഞ ഒരു സീരിയൽ ഇറങ്ങുന്നു. അപ്പോൾ അതിനകത്ത് കൈതാരം പ്രദീപായിരുന്നു സത്യം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ അതിനെ അനുകരിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ എൻ്റെ ഒരു സുഹൃത്ത്, അപ്പോൾ ഞാൻ ഈ 2-3 വേദിയായിട്ട് സത്യനെ അനുകരിക്കാൻ വേണ്ടി ചെല്ലുന്നുണ്ട്, പക്ഷേ എനിക്ക് അതിനുള്ള അവസരം തരുന്നില്ല. പക്ഷേ എൻ്റെ ഒരു സുഹൃത്ത് പിന്നെ ജയേഷ് കൊടകര, ആൾ മരിച്ചുപോയി, ക്യാൻസറായിരുന്നു. അപ്പം അവൻ്റെ വീടിൻ്റെ വേദിയിൽ അവനായിരുന്നു സത്യൻ ചെയ്യേണ്ടത്. പക്ഷേ അവൻ പറഞ്ഞു, എടാ നിൻ്റെ സത്യനാണ് എൻ്റെ സത്യനേക്കാളും കൂടുതൽ നല്ലത്, അവിടെ നീ തന്നെ ചെയ്താൽ മതി. ഞാൻ പറഞ്ഞു എനിക്ക് ആരും അവസരം തരുന്നില്ല, കുഴപ്പമില്ല, നീ ധൈര്യമായിട്ട് ഡ്രസ്സ് ഇട്ടോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഡ്രസ്സ് ഇട്ടിട്ട് ഞാൻ ആദ്യമായിട്ട് സത്യനെ അനുകരിക്കുന്ന കൊടകര എന്ന സ്ഥലത്ത് വെച്ചാണ്. ഇഷ്ടംപോലെ കയ്യടി കാരണം എനിക്ക് ഡയലോഗ് വരുന്നില്ല. അപ്പോൾ ആ ഡയലോഗ് സത്യം മാഷയുടെ ആ ഡയലോഗ് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. അപ്പേ അമ്മ കരയാണല്ലേ? അല്ല, കറുത്തമ്മയും കരയാണല്ലോ. ഇനി ആരൊക്കെ ഉണ്ടമ്മ ഇവിടെ കരയാൻ? എല്ലാവരും വരിവരിക്കിനായിട്ട് നിന്നൊന്ന് കരഞ്ഞേ, ഞാനൊന്ന് കാണട്ടെ. അമ്മ ഇതുവരെയ്ക്കും മറച്ചു വെച്ച സത്യം എന്താണെന്ന് എന്നോട് പറഞ്ഞില്ല. എൻ്റെ അച്ഛൻ ആരാണെന്ന്. ഇനി വല്ല വാസ്കോഡഗാമയെങ്ങാണോ ആണോമ്മേ? ആരായാലും എന്താ, എനിക്കതിൻ്റെ അഹംഭാവം വല്ലതും ഉണ്ടോ? ഒന്ന് നോക്കിയേ. അതുപോലെ തന്നെ ഞാൻ മലയാള മിമിക്രി വേദിയിൽ ആദ്യമായി ബോബി കൊട്ടാരക്കര, നമ്മുടെ നാട്ടുകാരനാണ്, കൊട്ടാരക്കരക്കാരനാണ്. ബോബി കൊട്ടാരക്കരയുടെ ഫിഗറും അതുപോലെ അദ്ദേഹത്തിൻ്റെ ശബ്ദവും അനുകരിക്കുന്നത് ഞാനായിരുന്നു ആദ്യമായി ഒരു ചാനലിൽ ചെയ്തു തുടങ്ങിയത്. അല്ലല്ല, ബോബി കൊട്ടാരക്കര ബോബി ഒരു പഴയ സിനിമാ താരമാണ്, കുറേ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള താരമാണ്, കൊമേഡിയനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഞാൻ ആദ്യം ചെയ്ത ആ സംഭാഷണ ശൈലി ഇതാണ്. അലിയ, ഇത് ഞാനലിയ പങ്കജാക്ഷൻ. ഓ, ഈ അലിയൻ്റെ ഒരു കാര്യം, രൂപ 1-2 അല്ല, 3 ലക്ഷമാ. 3 ലക്ഷം, 1 ലക്ഷം അലിയന്, ബാക്കി 2 ലക്ഷം ഞാൻ എടുത്തതാളിയ. അലിയനെങ്കും പോവല്ലേ, ഇവിടെ കാണണേ. പിന്നീട് ഞാൻ വെറൈറ്റി ആയിട്ട് ചെയ്തത് നമ്മുടെ ജഗന്നാഥ വർമ്മ അദ്ദേഹത്തിൻ്റെ CBIയിലെ ഒരു ഡയലോഗാണ്. അപ്പോൾ ആ ഡയലോഗിലോട്ട് നമുക്ക് പോകാം. സേതു, വളരെ പ്രമാദമായിട്ടൊരു കേസാണ് സേതുവിനെ ഏൽപ്പിക്കാൻ പോകുന്നത്. ഓമരുടെ മരണം. നാട്ടുകാർ പറയുന്നു ഇത് കൊലപാതകമാണെന്ന്, വീട്ടുകാർ പറയുന്നു ഇത് ആത്മഹത്യയാണെന്ന്. സർവീസിൽ നിന്ന് പിരിയാൻ ഇനി 2 മാസമേ ഉള്ളൂ. അതിനിടയ്ക്ക് വെച്ച് സേതു ഈ കേസ് തെളിയിക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അപ്പോൾ ശരിയല്ലേ? അപ്പം ഈ മിമിക്രി രംഗം അല്ലാതെ ജീവിതത്തിൽ വേറെ ഏതൊക്കെ രംഗങ്ങളിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ? പിന്നെ ഇതല്ലാതെ ഞാൻ UN 6 വർഷം ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. ഇറാഖ് മിഷനിൽ, യുണൈറ്റഡ് നേഷൻ അസിസ്റ്റൻറ്റ് മിഷൻ ഫോർ ഇറാഖിൽ ഞാൻ 6 വർഷം ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു UN സ്റ്റാഫായിട്ട്. അപ്പോൾ അവിടെ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി യൂണിറ്റിലായിരുന്നു ജോലി ചെയ്തത്. അപ്പോൾ അവിടുന്ന് കുറേ കോഴ്സുകൾ, ഏകദേശം 9ഓളം കോഴ്സുകൾ ഞാൻ അറ്റൻഡ് ചെയ്ത് പാസ്സായിട്ടുണ്ട്. അപ്പോൾ അതെന്ന് വെച്ചാൽ ഫയർ ആൻഡ് സേഫ്റ്റി, അതുപോലെ ഇവാക്യുവേഷൻ ട്രെയിനിങ്, കുറേ അങ്ങനെ ട്രെയിനിങ് ഉണ്ട്. അപ്പം അത് കുട്ടികൾക്ക് ഈ വന്ന കാലത്ത് നമ്മളെ കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്നു, അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് പിന്നെ മറ്റുള്ളവരെ ഒരു സ്ട്രേഞ്ചറെ എങ്ങനെ അഭിമുഖീകരിക്കാം അതവർക്ക് പറഞ്ഞ് മനസ്സിലാക്കണം. അപ്പോൾ ആൺകുട്ടിയാലും പെൺകുട്ടിയാലും ഒരുമാതിരിപ്പെട്ട കുട്ടികളെയൊക്കെ വണ്ടിക്കകത്ത് വന്നിട്ടും കാർ തുറന്നിട്ട് വലിച്ചു കയറ്റിയിട്ടിട്ടും ഒക്കെ തട്ടിക്കൊണ്ടു പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പം നാട്ടിൽ എവിടെയും ഉള്ളത്. അപ്പോൾ ഇതിനൊക്കെ അവർക്കൊരു ട്രെയിനിങ് കൊടുക്കുക. പിന്നെ ഫയർ ആൻഡ് സേഫ്റ്റി, പിന്നെ അതേപോലുള്ള പിന്നെ മയക്കുമരുന്നിനെതിരെയുള്ള പിന്നെ ട്രെയിനിങ് കൊടുക്കുക. അതൊക്കെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ ഉണ്ട്. അതിൻ്റെ പെർമിഷന് വേണ്ടി ഞാൻ പിന്നെ ആപ്ലിക്കേഷൻ അയച്ചിട്ടുണ്ട്.
ഏകദേശം അതിപ്പം റെഡിയാവും. അത് കഴിഞ്ഞാൽ ഉടനെ എനിക്ക് ചെറിയ ഒരു പ്രോഗ്രാമായിട്ട് തന്നെ സ്കൂളുകൾ തോറും, കോളേജ് സ്കൂളുകൾ തോറും ഒക്കെ ഇത് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഓക്കെ, മിമിക്രി രംഗത്തേക്ക് വന്നപ്പോൾ ഉള്ള കുടുംബത്തിൽ നിന്നുള്ള സപ്പോർട്ടും അല്ലെങ്കിൽ കൂട്ടുകാർ അല്ലെങ്കിൽ നാട്ടിലുള്ളവരുടെ സപ്പോർട്ടും ഒക്കെ എങ്ങനെയായിരുന്നു? എനിക്ക് നാട്ടിലുള്ളവരുടെ സപ്പോർട്ട് വളരെ കുറവാണ്, സത്യമാണ്. മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറയുന്നത് കറക്റ്റ് തന്നെയാണ്. നാട്ടിലുള്ളവരൊന്നും സപ്പോർട്ടൊന്നുമില്ല. കാരണം നാട്ടിലുള്ള എൻ്റെ ഈ ചുറ്റുവട്ടുള്ള ക്ഷേത്രത്തിലൊക്കെ പ്രോഗ്രാം, ക്ഷേത്രത്തിലാണല്ലോ ഏറ്റവും കൂടുതൽ, ക്ലബ്ബുകളിലൊക്കെ ആണല്ലോ പ്രോഗ്രാം കിട്ടുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കടാ, ഇല്ല ട്രൂപ്പിൻ്റെ റേറ്റ് എത്ര, അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് മറ്റൊരു ട്രൂപ്പിൻ്റെ റേറ്റ് എത്ര, അല്ലെങ്കിൽ ഇന്നയുടെ റേറ്റ് എത്ര. എന്നാൽ നീ ഒരു പ്രോഗ്രാം ചെയ്യുന്ന അതിൻ്റെ റേറ്റ് അവർ ചോദിക്കാറില്ല. മറ്റുള്ളവർ എന്താണ് അവരുടെ റേറ്റ് അവർക്ക് അറിയേണ്ടത്. അപ്പോൾ അതിൻ്റെ വെല്ലുവിളികളൊക്കെ ഞാൻ സ്വീകരിച്ചിട്ട് ഞാൻ ഇവിടെ നിന്നും അങ്ങനെ പ്രോഗ്രാം, എൻ്റെ നാട്ടിൽ അങ്ങനെ പ്രോഗ്രാം ചെയ്യാറില്ല. പിന്നെ ഈ അടുത്തടുത്ത് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, എന്നാൽ ഒരു പ്രോഗ്രാം ചെയ്തേ പറ്റുമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ചക്കവരിക്കൽ ആ ഭാഗത്ത് ഒരു പ്രോഗ്രാം, എൻ്റെ വീട്ടിനടുത്ത് ഏകദേശം ഒരു 2-2.5 കിലോമീറ്റർ 3 കിലോമീറ്റർ ദൂരം, അവിടെ ഞാനൊരു പ്രോഗ്രാം ചെയ്തു. കുഴപ്പമില്ലാതെ വിജയിക്കുകയും ചെയ്തു. പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് എൻ്റെ ഫാമിലിയിലുള്ള എല്ലാവരും. എൻ്റെ വൈഫ്, എനിക്ക് 2 മക്കളാണുള്ളത്. ഒന്ന് മൂത്തത് മോളാണ്, അവൾ 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞ് ഇന്നലെ കഴിഞ്ഞിട്ട് ഇന്ന് നിൽക്കുന്നു. മോൻ 1ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. പിന്നെ ഭാര്യ. അപ്പോൾ ഞാൻ ഗൾഫിലായ സമയത്ത് ഈ എൻ്റെ കൂടെയുള്ള കലാകാരന്മാരെല്ലാം വളരെ പെട്ടെന്ന് ഉള്ള വളർച്ചയായിരുന്നു അവർക്ക്. അപ്പോൾ ഞാൻ ഗൾഫിൽ നിന്ന് ജോലി കളഞ്ഞിട്ട് വന്നതാണ്. കാരണം ഈ ഫീൽഡിലൂടെ രക്ഷപ്പെടാമെന്ന് കരുതി എൻ്റെ സുഹൃത്തുക്കളും പറഞ്ഞു, വാടാ നമുക്ക് രക്ഷപ്പെടാം, അടിപൊളിയാണ്, അങ്ങനെ കരുതി ജോലിയും കളഞ്ഞ് വന്നതാണ്. ഇവിടെ വന്നു കഴിഞ്ഞപ്പം നമുക്കൊരു കാര്യം മനസ്സിലാക്കി, ഈ പറയുന്ന എല്ലാം വെറും പൊള്ളവാക്കാണ്. ഞാൻ കുറേ പൈസ അതിനു വേണ്ടി കളഞ്ഞു, ട്രൂപ്പിന് വേണ്ടി കളഞ്ഞു, പിന്നെ ചാനലുകളിൽ കയറാൻ വേണ്ടി ഒക്കെ ഞാൻ ഒത്തിരിയും പൈസ കളഞ്ഞു, കുറേ ഒരു ടീമിനെ ഉണ്ടാക്കി. ഇതെല്ലാവരും എന്ന് പറഞ്ഞാൽ അവർക്ക് പൈസ, അതേപോലെ മദ്യം, ഇതേപോലെ ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. പക്ഷേ ആ കമ്പനിയൊക്കെ ഞാൻ അന്നേരം കട്ട് ചെയ്ത് കളഞ്ഞു. അങ്ങനെ സ്വന്തമായിട്ട് യുദ്ധം ചെയ്ത് തന്നെയാണ് ഇപ്പോൾ ഞാൻ ഫീൽഡിൽ പിടിച്ചിരിക്കുന്നത്. എന്നാലും ഞാൻ ചാനലിലൊന്നും അപൂർവമായിട്ടേ പോകാറുള്ളൂ. അപ്പോൾ ഞാൻ സ്റ്റേജിൽ ഒരു കൂടിയാണ് ചെയ്യുന്നത്. കാരണം ലാലേട്ടൻ എന്ന് പറയുന്നത് ഒരു മഹാപ്രതിഭാസമാണ്. എന്തെങ്കിലും ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അവിടെ വെച്ച് കൂവൽ കിട്ടും. അതുകൊണ്ട് വളരെ ശ്രദ്ധയോട് കൂടിയേ ഈ ലാലേട്ടനെ ചെയ്യാൻ പാടുള്ളൂ. കാരണം ലാലേട്ടൻ്റെ ശബ്ദം അനുകരിക്കുന്നവർക്ക് തീർച്ചയായും ലാലേട്ടൻ്റെ ശബ്ദത്തിൻ്റെ ഒരു ടോൺ അവരുടെ പിന്നെ വോയിസ് കിടപ്പുണ്ട്, അവർക്ക് അപ്പോൾ ഈസിയായിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഇനി എന്നെ പോലുള്ള ആൾക്ക് ആ വോയിസ് ഇല്ല, നമ്മൾ കടമെടുത്ത് ചെയ്യണം, അത് സ്ട്രെയിനാണ്. അപ്പോൾ ഞാൻ ചിത്ര എന്ന സിനിമയിൽ ഒരു സെൻറ്റിമെൻറ്റ് സീനുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് മ്യൂസിക്കൊക്കെ വെച്ചാണ് ചെയ്യുന്നത്. പക്ഷേ ഞാൻ ഈ പറയുന്നതിൻ്റെ സംഭവമല്ല, ആ മ്യൂസിക്കിനകത്തുള്ള ഒരു സംഭവമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഈ ലാലേട്ടൻ്റെ ഫസ്റ്റ് സ്റ്റേജിൽ ഞാൻ ചെയ്തപ്പോൾ തന്നെ ഭയങ്കര കൈയടിയിട്ടൊരു സംഭവമാണ്. അപ്പം ലാലേട്ടൻ MG സോമൻ്റെ അടുത്ത് ഇനി ജീവിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് പറയുന്നൊരു ഡയലോഗാണ്. സർ, ജീവിച്ച് കൊതി തീർന്നില്ല, ജീവിക്കാൻ ഒരു മോഹം. അതുകൊണ്ട് ചോദിക്കുക, എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ സർ? ഇല്ല അല്ലേ? വെറുതെ ചോദിച്ചതേ ഉള്ളൂ, വെറുതെ ചോദിച്ചതേ ഉള്ളൂ. മെഹഫിൽ കൊഴുക്കണു പെണ്ണ്, ഷഹനായി കേൾക്കുന്നു കണ്ണ്, തബല പെരുക്കണു കൂടെ, സാരംഗി പാടുന്നു കണ്ണ്, ഹേ ബലബല മുഴക്കണ സതിര്, പെട്ടിപ്പാട്ടിൽ മയങ്ങണ രാവ്, നാളെ വെളുപ്പിനു നേരം കാത്ത് വർണ്ണക്കനവുകൾ നെയ്യണു മാരൻ, മഹഫിൽ കൊഴുക്കണു പെണ്ണ്, ഷഹനായി കേൾക്കുന്നു കണ്ണ്, തക്ക തബല പെരുക്കണു കൂടെ, സാരംഗി പാടുന്നു കണ്ണ്. അതായത് ഈ പൃഥ്വിരാജും അതുപോലെ ചെമ്പൻ വിനോദും അഭിനയിച്ച ഒരു സിനിമയുണ്ട്, ഡാർവിൻ്റെ പരിണാമം. അതിനകത്ത് ഇവർ രണ്ടുപേരുടെ ഒരു സീനാണ്. ഇത് പൃഥ്വിരാജ് അടി കൊണ്ട് വീഴുന്ന് കിടക്കുന്ന ഒരു സീനാണ്. അപ്പോൾ അതിനകത്ത് ചെമ്പൻ വിനോദ് പറയുന്നുണ്ട്, എടാ റഫീഖേ, അച്ചക്കമ്പറക്കാട്ട നമ്മ അവൻ്റെ കയ്യിൽ നിന്നൊരു കട്ടിൽ പൊക്കിയില്ലേ, എനിക്കിപ്പം ആ കട്ടിൽ വേണം. അവൻ പുതിയൊന്നും മേടിച്ചു കൊടുക്കാന്ന് പറ. നീ ആ കട്ടിൽ പൊക്ക്. പന്നി, നീ കട്ടിൽ പൊക്കിയില്ലെങ്കിൽ നിന്റെ ഷട്ടറാ. ഡാർവിനാ പറയുന്നത്. അപ്പോൾ അതിനകത്ത് പൃഥ്വിരാജ് അടി കൊണ്ട് കിടന്ന് വളരെ
ഒരു ഹസ്കി ആയിട്ട് പറയുന്ന ഒരു ഡയലോഗുണ്ട്. ഹിച്ചേ, ഡാർവിനിച്ചേ, ഇത്ര ആൾക്കാരുടെ പിൻബലം വേണം നിങ്ങൾക്കെന്നെ അടിച്ചിടാൻ. ധൈര്യമുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് വാ ഡാർവിന്. എൻ്റെ പെമ്പറിനൊത്തി മെഴുകുതിരി കത്തിച്ച് മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നത് ഈ പുണ്യാളൻ്റെ മുന്നിലാണെങ്കിൽ ഈ പുണ്യാളൻ ഇപ്പം എൻ്റെ കൂടെ. ഇനി നിന്നെ കൊച്ചിയിലെങ്ങാനും വെച്ച് കണ്ടാൽ അന്ന് നിന്റെ ഷട്ടറ. കേട്ടോടാ ഡാർവിനെ. ഓക്കെ, ഇനി മിമിക്രി രംഗത്തേക്ക് കടന്നു വരുന്ന പുതിയ കലാകാരന്മാർ ഒരുപാടുണ്ട്. ഇപ്പൊ ഒരുപാട് വേദികളും ഒരുപാട് മീഡിയയിലും ചാനലിലും ഒക്കെ അവർക്ക് അവൈലബിൾ ആണ്. പണ്ട് നമുക്ക് അതൊന്നും ഇല്ലായിരുന്നു. അപ്പം ഇപ്പൊ പുതിയ വരുന്ന കലാകാരന്മാരോട് എന്താണ് പറയാനുള്ളത്? അതുപോലെ തന്നെ ഈ കലാരംഗത്ത് വന്നിട്ട് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഈ കലാകാരന്മാർക്ക് എന്തെങ്കിലും ആനുകൂല്യങ്ങളോ വല്ലതും ലഭിച്ചിട്ടുണ്ടോ എന്നൊന്ന് പറയാം. അതായത് ഇപ്പോഴത്തെ കലാകാരന്മാരോട് പറയാനുള്ളത് മറ്റൊന്നുമല്ല. പണ്ട് ഞങ്ങൾ ഒരു 10-25 വർഷത്തിന് മുമ്പ് ഈ മീഡിയ ഒന്നുമില്ലായിരുന്നു. അന്ന് സ്റ്റേജിലോട്ട് നമ്മളൊരു വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു കൊച്ചു സിനിമാ താരങ്ങളെ സ്വീകരിക്കുന്നത് പോലാണ് ഈ ജനങ്ങൾ, ഓഡിയൻസ് നമ്മളെ സ്വീകരിക്കുന്നത്. കാരണം നമ്മളിങ്ങോട്ട് ഇറങ്ങുമ്പോഴേ പറയും, അത് മമ്മൂട്ടി, അത് മോഹൻലാൽ ഇറങ്ങുന്നു. കാരണം ഇത് ജനങ്ങൾക്ക് മമ്മൂട്ടി, മോഹൻലാൽ അല്ലെങ്കിൽ രജനീകാന്ത് ഇവരുടെ രൂപസാദൃശ്യമുള്ളവരെ വലിയ ഇഷ്ടമാണ്. അവരന്ന് മീഡിയയിലൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ഓരോരുത്തർ ഇറങ്ങുന്നത് അന്ന് എനിക്ക് പറ്റിയ പ്രത്യേകിച്ച് ഫിഗറൊന്നുമില്ല. അപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഓരോരുത്തർ മോഹൻലാലായിട്ട് ഇറങ്ങുന്നു, ഒരുങ്ങി ചീപ്പി അതേപോലെയൊക്കെ വെച്ചിട്ടാണ് ഈ ബസ്സിൽ നിന്നും അല്ലെങ്കിൽ ഈ വണ്ടിയിൽ നിന്നും സ്റ്റേജിലോട്ട് ഇറങ്ങിപ്പോകുന്നത്. പിന്നെ അവിടെ ചെയ്യുന്നത് സ്റ്റേജ് കെട്ടുക, കർട്ടൻ കെട്ടുക ഒക്കെയുള്ള പരിപാടിയായാണ്. അപ്പോൾ അന്ന് ഇത്രയും ജനങ്ങൾക്ക് പുതിയ തലമുറയ്ക്ക് കയറി വരാൻ വലിയ പാടാണ്. പക്ഷേ ഇപ്പോൾ അതല്ല. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ മീഡിയ ഏറ്റെടുത്തുകൊണ്ട് എന്തെങ്കിലും ഒരു ചെറിയ കഴിവുണ്ടെങ്കിൽ തന്നെ അവർക്ക് പെട്ടെന്ന് കയറി വരാം. അതിനുവേണ്ടിയുള്ള വാതിലുകൾ ഇഷ്ടംപോലെ ചാനലുകൾ തുറന്ന് വെച്ചിട്ടുണ്ട്. മാത്രമല്ല ഇപ്പം ഓരോരുത്തർ സ്വന്തമായിട്ട് എന്തൊക്കെയാണ് ചാനൽ, യൂട്യൂബ് ചാനലിലൂടെ അങ്ങനെ ഇഷ്ടംപോലെ പ്രോഗ്രാംസുകൾ ചെയ്യുന്നുണ്ട്. അതെല്ലാം കൂടുതൽ ക്ലിക്കാവുന്നതുകൊണ്ട് അവർക്കതിൽ നിന്ന് വരുമാനം വരെ ലഭിക്കുന്നുണ്ട്. പണ്ടതൊന്നും ഇല്ലായിരുന്നു. വളരെ ബുദ്ധിമുട്ടായിരുന്നു നമ്മൾ കലാഫീൽഡിലോട്ട് കയറി വരാൻ. പക്ഷേ ഇപ്പം അതൊന്നുമല്ല. പിന്നീട് നമ്മുടെ സർക്കാരിൽ നിന്ന് നമുക്ക് എന്താ കിട്ടിയെന്ന് പറഞ്ഞാൽ ഈ പ്രളയം വന്നപ്പോൾ സത്യം പറയുകയാണെങ്കിൽ കലാകാരന്മാരെല്ലാം പകച്ച് നിന്നുപോയൊരു സാഹചര്യമാണ്. കാരണം ലക്ഷങ്ങൾ രൂപ ചിലവാക്കി നാടൻപാട്ടുകാരും നാടകക്കാരും ഡാൻസുകാരും ഒക്കെ ലക്ഷങ്ങൾ ചിലവാക്കിയാണ് സെറ്റിങ്സ് ഉണ്ടാക്കുന്നത്. അതെല്ലാം ഒരൊറ്റ പ്രളയം കൊണ്ട് ഇത് നഷ്ടങ്ങളായി അവർക്ക് ആത്മഹത്യ ചെയ്യേണ്ട വരെ സ്ഥിതി വന്നിട്ടുള്ള ഒത്തിരിയും കലാകാരന്മാരെ എനിക്കറിയാം. പ്രളയം വന്ന സമയത്ത് ഞാനും വളരെ ബുദ്ധിമുട്ടുണ്ട്. ആ സമയത്ത് എൻ്റെ പ്രാർത്ഥനയോ പിള്ളേരുടെ പ്രാർത്ഥനയോ എന്നറിയത്തില്ല. അന്ന് എനിക്ക് താൽക്കാലികമായിട്ട് വാട്ടർ അതോറിറ്റിയിൽ ജോലി കിട്ടി 6 മാസം. അതുകൊണ്ട് ഞാൻ അങ്ങനെ പിടിച്ചു നിന്നു. അതിനുശേഷം എനിക്ക് ഗവൺമെൻറ് പെർമനൻ്റായിട്ട് ജോലി കിട്ടി. ഞാൻ അങ്ങനെ പോയി. അപ്പോൾ ഇപ്പോഴത്തെ കലാകാരന്മാർ ഫേസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാത്രി 10:30-ക്ക് ശേഷം മൈക്ക് സാങ്ഷൻ ഇല്ല. അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം അവർക്ക് കിട്ടുന്ന ഈ ഒരു 2-3 മാസത്തെ സീസൺ മാത്രമേ ഉള്ളൂ. അതിലൂടെ ജീവിക്കുന്ന ധാരാളം കലാകാരന്മാർ കേരളത്തുണ്ട്. ഒത്തിരി എനിക്കറിയാവുന്ന ഇഷ്ടംപോലെ നാടകക്കാർ, ഗാനമേളക്കാർ, മിമിക്സുകാർ, അങ്ങനെ ഒത്തിരിയും കലാരൂപം ചെയ്യുന്ന ധാരാളം ആർട്ടിസ്റ്റുകളുണ്ട്. ഇവർക്കെല്ലാവർക്കും വളരെ ബുദ്ധിമുട്ടാണ് ഈ 10:30-ക്ക് മൈക്ക് സാങ്ഷൻ കട്ടി അതുവരെ ഉള്ളൂ മൈക്ക് സാങ്ഷൻ എന്ന് പറയുമ്പോൾ അവർക്ക് ഭയങ്കര വേദനയാണ്. കാരണം പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം വെളുക്കെ നേരം വെളുക്കുമ്പോൾ 2-3 മണിയാകുമ്പം വരെ ഞങ്ങൾ പരിപാടി അവതരിപ്പിച്ചിട്ടുണ്ട്. നേരം വെളുത്ത് സൂര്യൻ വന്നിട്ട് പോലും പരിപാടി അവതരിപ്പിക്കുന്ന സ്റ്റേജുകൾ ഞാൻ കണ്ടിട്ടുമുണ്ട്. പക്ഷെ ഇപ്പോൾ അതൊന്നുമില്ല. അതിൻ്റെ ഏറ്റവും മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഇപ്പോഴത്തെ ഈ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയൊക്കെ ആസക്തി ചെറുപ്പക്കാരിലോട്ട് ധാരാളം ഒഴുകി കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണിപ്പോൾ. അപ്പം ഇതങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ ഇവർക്ക് കൂട്ടുകാരനാണോ അച്ഛനാണോ അമ്മയാണോ എന്നൊന്നും നോട്ടമില്ല. അവിടെ പ്രശ്നങ്ങളും ലഹളകളും ഒക്കെയാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഇവരിത്രയും ഇങ്ങനൊരു പ്രശ്നം കൊണ്ടുവന്നത്. പക്ഷെ അതിനൊക്കെ ഓരോന്നിനും ഒരു സൊല്യൂഷൻ ഉണ്ടല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ഈ 10:30-ക്ക് പരിപാടി നിർത്തുന്നതിനോട് എനിക്ക് യാതൊരു യോജിപ്പുമില്ല. കാരണം അത്രയും കലാകാരന്മാരെ ബുദ്ധിമുട്ടുകയാണ്. പിന്നീട് അവർക്കൊരു വേദിയില്ല. ഞാൻ പരിപാടി ചെയ്യുന്നത് ഒരു ദിവസം 3 സ്റ്റേജ് 4 സ്റ്റേജൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ഒരു ദിവസം.
ഇപ്പം കഷ്ടിച്ച് ഒരു സ്റ്റേജ് പോലും കിട്ടുന്നില്ല. കാരണം അമ്പലങ്ങളിലൊക്കെ പരിപാടികൾ നടത്തി വരുമ്പോൾ ഏകദേശം 8-9 മണിയാവും. പിന്നെ ഈ 1.5 മണിക്കൂർ എന്ത് പരിപാടി ചെയ്യാൻ? അപ്പോൾ അത്രയും ആർട്ടിസ്റ്റുകൾ വെറുതെ ചുമ്മാ വീട്ടിൽ കുത്തിയിരിക്കുകയാണ്. അപ്പോൾ അതിനൊരു തീരുമാനം ഉണ്ടാകണമെന്ന് ഞാൻ സർക്കാരിനോട് എൻ്റെ ഈ എളിയ അഭ്യർത്ഥനയുണ്ട്. അത് മാത്രമേ ഉള്ളൂ. കറുമ്പനാണെ കുറുമ്പു വേണ്ട കർക്കിടക കാറ്റേ, എൻ്റെ കൽബിലുള്ളൊരു കാരയ്ക്കപ്പഴമിറുത്തു കളയരുതേ, ഇറുത്തു കളയരുതേ. കറുമ്പനാണെ കുറുമ്പു വേണ്ട കർക്കിടക കാറ്റേ, എൻ്റെ കൽബിലുള്ളൊരു കാരയ്ക്കപ്പഴമിറുത്തു കളയരുതേ, ഇറുത്തു കളയരുതേ. മേടമാസക്കുളിരിലെ കൈവിറയ്ക്കും തണുപ്പിലേ, മേടമാസക്കുളിരിലെ കൈവിറയ്ക്കും തണുപ്പിലേ, കാത്തുനിന്നു നിന്റെ ചിരിയിൽ കരളലിഞ്ഞു ഞാനോമലേ, കാത്തുനിന്നു നിന്റെ ചിരിയിൽ കരളലിഞ്ഞു ഞാനോമലേ. കറുമ്പനാണെ കുറുമ്പു വേണ്ട കർക്കിടക കാറ്റേ, എൻ്റെ കൽബിലുള്ളൊരു കാരയ്ക്കപ്പഴമിറുത്തു കളയരുതേ, ഇറുത്തു കളയരുതേ, ഇറുത്തു കളയരുതേ. ഇത്രയും സമയം നമുക്ക് വേണ്ടി ചെലവഴിച്ചതിന് ഒരുപാട് നന്ദി പറയുന്നു. ഇനി ജീവിതത്തിൽ മുന്നോട്ടുള്ള ചേട്ടൻ ആഗ്രഹിച്ചെല്ലാം ഷോർട്ട് ഫിലിം അല്ലെങ്കിൽ ഡയറക്ഷൻ അല്ലെങ്കിൽ അഭിനയത്തിലെല്ലാം മുന്നോട്ട് ഇനിയും എത്താൻ, ഉയരങ്ങളിലെത്താൻ കഴിയട്ടെ എന്ന് ഒരുപാട് ആശംസിക്കുന്നു. നമ്മൾ കാണുന്ന പ്രേക്ഷകരും അത് തന്നെ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് കേരള ടോക്സിന് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് നന്ദി ചേട്ടനോട് പറയുന്നു. നന്ദി. ഇങ്ങനൊരു അവസരം കിട്ടിയതിൽ, ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ പങ്കെടുക്കാൻ എനിക്കൊരു അവസരം കിട്ടിയത് വളരെ നന്ദിയുണ്ട്. കേരള ടാക്സിന് ഞാൻ എൻ്റെ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു.